വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പും കൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളുടെ ഇന്ത്യൻ കുക്കിങ്ങിൽ എസ്പെഷ്യലി നമ്മൾ ഒരുപാട് മസാലകളും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ സ്റ്റൗ ബർണർ ടോപ്സ് ഒക്കെ വേണ്ടി ഈ ഒരു പരുവത്തിലാവാറുണ്ട്. എപ്പോഴും എൻ്റെ സ്റ്റൗവ് ഈ ഒരു കോളത്തിലല്ല ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇത്രയും വൃത്തിയേടാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് എത്ര കട്ടി പിടിച്ചുള്ള അഴുക്കാണെങ്കിൽ പോലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ വിനീഗർ ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് നമ്മളുടെ വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ പാത്രം കഴുകുന്ന നമ്മുടെ ലിക്വിഡ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ ലെക്സിൻ്റെ ലിക്വിഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ അപ്പക്കാര അല്ലെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ്, ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പം അത് എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ റിയാക്ഷനൊക്കെ കറക്റ്റായിട്ടൊന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മളുടെ സ്റ്റൗ ടോപ്പിൽ ഈ സൊല്യൂഷൻ യൂസ് ചെയ്ത് നമുക്ക് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മളുടെ സൊല്യൂഷൻ ഇതുപോലെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുന്നുണ്ട്, ഒരു 1-2 മിനിറ്റ്. അതിനുശേഷം നമ്മളുടെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര കട്ട പിടിച്ചിട്ടുള്ള അഴുക്കാണെങ്കിലും പോയി കിട്ടും കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം കുക്ക് ചെയ്തപ്പം എനിക്ക് കുറച്ച് ഫ്രൈയിങ് ജോലികളുണ്ടായിരുന്നു. അത് പോരാതെ തന്നെ അപ്പോൾ ആ സമയത്ത് കുറച്ച് എണ്ണയൊക്കെ കമന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരത്തെ ആ ഒരു തിരക്കിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എല്ലാം ഒന്ന് ഒപ്പിയെടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അതിൻ്റെ കറയൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ടു ബി ഫ്രാങ്ക് എല്ലാ കറിയും നല്ല സൂപ്പറായിട്ട് പോയി കേട്ടോ. അപ്പം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഫൈനൽ ഇത് കാണിച്ചു തരാം. എല്ലാ കറയും പോകും. ഇത് നമ്മളുടെ സ്റ്റൗ ടോപ്പ് മാത്രമല്ല, നമുക്ക് എന്താ പറയുക, നമ്മളുടെ മൈക്രോവേവ് ഓവനുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ കറ പിടിച്ചിട്ടുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ സൂപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. ബാക്കി വരുന്ന സൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു കുപ്പിക്കകത്ത് ആക്കി മാറ്റി വെക്കാവുന്നതുമാണ്. നല്ല യൂസ്ഫുൾ ആണ്. എല്ലാം നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഏതെങ്കിലും ഒരു പഴയ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ അഴുക്കും തന്നെ നന്നായിട്ട് പോയിട്ടുണ്ട്. വീട്ടമ്മമാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു കുപ്പിക്കകത്താക്കി സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.